വെൽക്കം ടു സിൽവർ ഫെദർ ടാരോ. നമുക്ക് ഇന്ന് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്താണ്, നിങ്ങൾക്ക് എന്താണ് ഇന്ന് അറിയേണ്ടത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നോ അപ്പം നിങ്ങൾക്ക് റെസൊനേറ്റ് ആവും. ജെൻഡർലെസ് റീഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് എന്താണ് പ്രപഞ്ചം നമുക്ക് തരുന്ന ഗൈഡൻസ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, സ്റ്റാർ. കാർഡ് ഞാൻ ബ്ലർ ചെയ്യാണ്, പിക്ചർ കാണിക്കാൻ പാടില്ല. Five of Swords, Chariot, Empress. വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് ഇന്ന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നവരാത്രി കാലമൊക്കെയാണ്. വളരെയധികം പ്രപഞ്ചത്തിൽ തന്നെ ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എല്ലാവർക്കും ഉണ്ടായിരിക്കും. നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലതേ വരുള്ളൂ. പോസിറ്റീവ് എനർജി നമ്മളെ പോസിറ്റീവായ രീതിയിൽ തന്നെ സ്വാധീനിക്കും. അതേ സമയത്ത് നമ്മളുടെ കർമ്മ ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേ എനർജി നമ്മളെ ശരിയായ വഴിയിൽ നയിക്കും. പണിഷ്മെൻറ്റ് തരുമെന്ന് ഞാൻ പറയില്ല. കാരണം അധ്യാപകർ കുട്ടികളെ തല്ലുന്നത്, പണിഷ്മെൻറ്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അച്ഛൻ മക്കളെ തല്ലുന്നത്, അമ്മ മക്കളെ തല്ലുന്നതൊന്നും അവരെ ശിക്ഷിക്കാനല്ല, നേർവഴിക്ക് നയിക്കാനാണ്. നമ്മുടെ പ്രപഞ്ചം നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ സൃഷ്ടിസ്ഥിതി സംഹാര കാരണിയായ പ്രപഞ്ചം ഒരിക്കലും നമ്മളെ നശിപ്പിക്കില്ല, നമ്മളെ നേർവഴിക്ക് നയിക്കുകയേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ദുരനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായെങ്കിൽ തന്നെ നിങ്ങൾ ആ രീതിയിൽ എടുക്കണം. അപ്പോൾ ഇന്നത്തെ കാർഡ്സ് നമുക്ക് നോക്കാം. ആദ്യമായി വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് ഇന്നലത്തെ റീഡിങ്ങിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങൾക്കൊരു പുതിയ തുടക്കം പ്രപഞ്ചം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വളരെയധികം ആളുകൾക്ക് റീഡിംഗ് കാണുന്നവർക്ക് ഒരു പുതിയ തുടക്കം, സാമ്പത്തികമായും ജീവിതത്തിൽ ജനറലി അഭിവൃദ്ധി അത് വരുന്നുണ്ട് നിങ്ങൾക്ക്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ആവശ്യമെന്ന് പ്രപഞ്ചം നിർണ്ണയിക്കുന്നത് എന്താണോ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല നമുക്ക് ചില സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ ആവശ്യമുണ്ടായിരിക്കും, പക്ഷേ വേറൊന്നായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്ത് പറ്റി, എനിക്കിതല്ലല്ലോ ഇപ്പോൾ വേണ്ടത്, ഞാൻ ഇതിനല്ലല്ലോ പ്രാർത്ഥിച്ചത്, പക്ഷേ എനിക്ക് എന്താണ് ഇപ്പോൾ ഇങ്ങനൊരു ഇത് തന്നത്. എന്ത് പ്രപഞ്ചം തന്നാലും രണ്ട് കൈ നീട്ടി ശിരസാ അത് സ്വീകരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് എന്താണെന്ന് നമ്മളെക്കാൾ നന്നായിട്ട് ആ പ്രപഞ്ച ശക്തിക്ക് അറിയാം. ചില സമയത്ത് ചില കാര്യങ്ങൾ കിട്ടിയാൽ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ചിലപ്പോൾ നമുക്കത് ഗുണം ചെയ്യില്ല, നേരെ വിപരീത ഫലമായിരിക്കും ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ്, അതുപോലെ ചില സാമ്പത്തിക ഇടപാടുകൾ, അതൊക്കെ നമ്മൾ വിചാരിക്കും നമുക്ക് നല്ലതായിരിക്കുമെന്ന്, പക്ഷെ നമ്മൾ കാണാത്തത് പ്രപഞ്ചം കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ സംരക്ഷിക്കുന്നുണ്ട് പ്രപഞ്ചം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ലഭിക്കുന്നത് അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണെന്നുള്ളത് മനസ്സിലാക്കി പൂർണ്ണ മനസ്സോട് കൂടിയിട്ട് അത് സ്വീകരിക്കണം. അങ്ങനെ നിങ്ങൾക്ക് എന്തോ ഒരു വലിയൊരു കാര്യം നിങ്ങൾക്ക് പ്രപഞ്ച വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളും വിജയവും നിങ്ങൾക്ക് ഭാവി ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പുതിയ കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ വരാൻ ഇരിക്കുന്നത്. എംപ്രസ് കാർഡ് വന്നത് കണ്ടില്ല. എല്ലാ തരത്തിലുള്ള അബണ്ടൻസാണ് എംപ്രസ് കാർഡ് വരുന്നത്. ഈ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് തുടങ്ങി
എംപ്രസ് വരലാണ് അവസാനം. എല്ലാ തരത്തിലുള്ള സമൃദ്ധി, ധനധാന്യ എല്ലാവിധ സമൃദ്ധിയാണ് എംപ്രസ് പറയുന്നത്. ഫാമിലി, ഇമോഷണൽ, എല്ലാ തരത്തിലുള്ള അബണ്ടൻസ് അവിടേക്ക് നമ്മളെത്തും. എങ്ങനെ എത്തും? മുന്നോട്ടുള്ള ചാരിയറ്റാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. ഇവിടെ ഒരു 5 ഓഫ് സോഴ്സ് എനർജി വന്നിട്ടുണ്ട്. ഈ 5 ഓഫ് സോഴ്സ് എനർജിയിൽ നിങ്ങൾ പ്രതിബന്ധങ്ങളെ, ഇപ്പോൾ സമയം നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ നിങ്ങൾ അത് അനുകൂലമാക്കും. എന്ത് വില കൊടുത്തും നിങ്ങൾ ജയിക്കും എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിൽ എന്ത് വന്നാലും മുന്നോട്ട് പോകും. നിങ്ങൾക്കൊരു പുതിയ ഒരു വാഗ്ദാനം നിങ്ങൾക്ക് ലഭിച്ചു. അതിൽ നിങ്ങൾ ശത്രുക്കളെയൊക്കെ തോൽപ്പിച്ച് നിങ്ങൾ വിജയിക്കുന്നതായിട്ടാണ് ഇപ്പോഴത്തെ എനർജി. ശത്രുക്കളെയൊക്കെ തോൽപ്പിച്ച് നിങ്ങൾ വിജയിക്കുന്നതായിട്ടാണ് കാണുന്നത്. കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിരിക്കും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്കത് വിജയിക്കാൻ സാധിക്കും. പക്ഷെ ഒന്ന് ശത്രുക്കളുടെ അടുത്ത നീക്കത്തിനെക്കുറിച്ച് ഒന്ന് അവെയർ ആയിരിക്കണം. നമ്മൾ ജയിച്ചു എന്ന് വിചാരിച്ചിട്ട് വിജയത്തിൽ മറന്നു പോകരുത്. ശത്രു ചിലപ്പോൾ തിരിച്ച് വീണ്ടും പതിയിരുന്ന് ആക്രമിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ കാര്യങ്ങളും ബിസിനസ് സംരംഭങ്ങളും അങ്ങനത്തെ, ഈവൻ ജോലി തന്നെ ആയാലും അല്ലെങ്കിൽ എന്ത് തന്നെ റിലേഷൻഷിപ്പ് ആയാലും തേർഡ് പാർട്ടി അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി നമ്മളിപ്പോൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വിജയത്തിൽ മറന്ന് അങ്ങനെ നടക്കല്ല വേണ്ടത്. നമ്മൾ അലേർട്ടായിരിക്കണം. എപ്പോൾ വേണമെങ്കിലും നമുക്കുള്ള എതിർപ്പുകൾ നമുക്ക് വരാൻ സാധ്യതയെ അതിനെ നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കണം. ചാരിയറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ടുള്ള പ്രയാണം ജീവിതത്തിൽ സുനിശ്ചിതമാണ്. പക്ഷേ നിങ്ങളുടെ പ്രാക്ടിക്കാലിറ്റിയും അതുപോലെ കുറച്ച് ഒരു ചിന്താശക്തിയും രണ്ടും കൂടി, നിങ്ങളുടെ ഐഡിയാസും പ്രാക്ടിക്കാലിറ്റി രണ്ട് ഡയറക്ഷനിൽ പോകരുത്. രണ്ടും കൂടി യോജിപ്പിച്ച് കൊണ്ടുപോകണം. നിങ്ങൾ ചിലപ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ വല്ലാത്ത ഭയങ്കര ഐഡിയാസൊക്കെ വരും. പക്ഷെ അത് എത്രത്തോളം പ്രാക്ടിക്കലാണ്, എത്രത്തോളം പ്രാവർത്തികമാണ് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് കണ്ടുപിടിക്കണം. നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും നിരക്കുന്നതാവണം. ചിലപ്പോൾ ചിലർ പറയും വലിയ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ബിസിനസ്സിൽ ഷോർട്ട് കട്ടുകൾ പറഞ്ഞു തരും പലരും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് നല്ല ലാഭം ഉണ്ടാക്കാം. അങ്ങനെ ചില ഷോർട്ട് കട്ടുകൾ പറഞ്ഞു. ചിലത് നല്ലതായിരിക്കാം, ചിലത് പക്ഷേ നിങ്ങളെ കുഴിയിൽ ചാടിക്കുന്നതായിരിക്കാം. അപ്പോൾ വലിയ സ്വപ്നങ്ങൾ നെയ്തെടുക്കുമ്പോഴും തല ആകാശത്തായാലും നമ്മുടെ കാല് ഭൂമിയിലായിരിക്കണം, ഗ്രൗണ്ടഡ് ആയിരിക്കണം. അതുപോലെ യുക്തിപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിക്കണം. ഇങ്ങനെ നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് എംപ്രസ് എനർജിയിലെത്താമെന്നാണ് പറയുന്നത്. എല്ലാവിധത്തിലുള്ള അബണ്ടൻസ് നിങ്ങൾക്ക് വരും, അത് ഉറപ്പാണ്. ഇന്നല്ലെങ്കിൽ നാളെ. ഇപ്പോൾ നമുക്ക് ഇന്നത്തെ എനർജി തന്നെ പറയാൻ പറ്റില്ല. എംപ്രസ് മേജർ അർക്കാന കാർഡാണ്. ഏകദേശം ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ സ്റ്റാർ 2 മേജർ അർക്കാന കാർഡ് 3 മേജർ അർക്കാന കാർഡാണ് വന്നിരിക്കുന്നത്. അതിൽ സ്റ്റാർ വന്നിട്ടുണ്ട്, ചാരിയറ്റ് വന്നിട്ടുണ്ട്, എംപ്രസ് വന്നിട്ടുണ്ട്. ഇത് 3ഉം ഒരു ഇന്നത്തെ എനർജി അല്ല, കുറച്ച് കാലത്തേക്ക് നിങ്ങൾക്കുള്ള എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം എടുക്കുമെങ്കിലും ഇപ്പോൾ പെട്ടെന്നൊരു ബിസിനസ് തുടങ്ങി ഒരു ദിവസം കൊണ്ട് നമുക്ക് സക്സസ് ആവാൻ പറ്റില്ല. ഒരു കുറച്ച് സമയം എടുത്ത് നിങ്ങൾ അതിലെന്തായാലും അന്തിമമായി വിജയം നിങ്ങൾ കണ്ടെത്തുന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ നിരന്തരമായി പ്രയത്നിച്ചു കൊണ്ടിരിക്കണം. എതിർപ്പുകളെ, വെല്ലുവിളികളെ നേരിടാനുള്ള ശക്തി, ആന്തരിക ശക്തി, ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾ ആർജിക്കണം. അതിനനുസരിച്ച് മുന്നോട്ട് പോകണം. പ്രതിസന്ധികൾ വളർച്ചയുടെ ഏറ്റവും ഒരു അവിഭാജ്യ ഘടകമാണ് പ്രതിസന്ധികൾ എന്ന് പറയുന്നത്. പ്രതിസന്ധികളെ ഓവർകം ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ വളരുന്നത്. ഇപ്പോൾ നമുക്കറിയാം, കുട്ടിക്കാലത്ത് കൊച്ചു കുട്ടികൾ പിച്ച വെച്ച് നടക്കുമ്പോൾ എത്ര പ്രാവശ്യം വീഴുന്നു. ഒരു പ്രാവശ്യം വീണു, മുട്ടുപൊട്ടി കരഞ്ഞു. പക്ഷെ അവരവിടെ നിർത്തുന്നില്ല, വീണ്ടും പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കണം. നമ്മളെ ഘട്ടത്തിൽ കൂടെ കടന്നു പോയതാണ് അല്ലേ? നമ്മളതുപോലെ പല വീഴ്ചകളിൽ നിന്ന് എഴുന്നേറ്റിട്ടാണ് ഓരോ വീഴ്ചകളും നമ്മളെ കൂടുതൽ ശക്തരാക്കുകയാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം അവിടെ എത്തുമ്പോൾ കുട്ടി ശ്രദ്ധിക്കും, ഞാനിവിടെ വീണതാണല്ലോ, എന്താണ് ഇവിടെ വീഴാൻ കാരണം, ഇനി അത് വീണ വേദന എടുക്കുന്നറിയാം. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കി വേറെ വഴി കൂടെ പോകും. അതുമാതിരി ഓരോ പ്രതിസന്ധികളും നമ്മൾ ഓരോന്ന് പഠിപ്പിക്കാൻ വരുന്ന ആചാര്യന്മാരായി കണക്കാക്കണം. അതിന് ഓവർകം ചെയ്യുന്നതിലൂടെ നമ്മൾ കൂടുതൽ സ്ട്രോങ് ആയി മാറുകയാണ് ചെയ്യുന്നത്. നമുക്ക് ടീ ലീഫ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. Club. Someone will try to make you do something against your will.
Time to get out of the situation. Dogs, getting together with friends. Fair woman, dealings or relationship with a woman with blonde, grey or white hair. Lightning, control your anger or you will be sorry. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് വന്നിട്ടുള്ളത്. അതായത് ഇത് റീഡിങ് കാണുന്ന കുറച്ച് പേർക്കുള്ളൊരു വാണിംഗ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിർബന്ധിതരാവുന്നു. അപ്പോൾ സൂക്ഷിക്കണം. കാരണം പല പ്രഷറുണ്ടാവും. ഇപ്പോൾ ജോലി സ്ഥലത്തായാലും ചിലപ്പോൾ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ വളരെ സൂക്ഷിക്കണം എന്നൊരു വാണിംഗ് ആണിത്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രപഞ്ചം നിങ്ങൾക്ക് വാണിംഗ് തരികയാണ്. അങ്ങനെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വീട്ടിലായാലും അത് കുടുംബ ബന്ധങ്ങളിലായാലും അത് കുടുംബ ബന്ധങ്ങൾ സംരക്ഷിക്കാൻ നമ്മൾ ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. വരുന്ന ദിവസങ്ങളിൽ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചിലർക്ക് എന്ന് പറയുന്നു. ഫെയിൽ, ടൈം ടു ഗെറ്റ് ഔട്ട് ഓഫ് എ സിറ്റുവേഷൻ. ഒരു നഷ്ടം ആണ് കാണുന്നത്. നിങ്ങളെന്തോ ആഗ്രഹിച്ച് ചെയ്ത ഒരു കാര്യം നിങ്ങൾ വളരെ പരിശ്രമിച്ചിട്ടും അത് സക്സസ് ആയിട്ടില്ല. ഇത് കാണുന്ന ചിലർക്കുള്ള എനർജിയാണ് കേട്ടോ, എല്ലാവർക്കും ഇത് ബാധകമല്ല. നിങ്ങൾ മുഴുവൻ പരിശ്രമിച്ചിട്ട് ചിലപ്പോൾ നിങ്ങളൊരു സിറ്റുവേഷനിൽ ഒന്നുകിൽ ഒരു കുടുംബത്തിൽ നിങ്ങൾ കുറേ പരിശ്രമിച്ചിട്ട് ബാഡ് സിറ്റുവേഷൻ നന്നാക്കാൻ കുറേ ശ്രമിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ഒരു മോശം സിറ്റുവേഷൻ നല്ലതാവാൻ വേണ്ടി നിങ്ങൾ കുറേ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ശ്രമം വിജയകരമായില്ല. അപ്പോൾ ഇനി പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഡ്യൂട്ടി നിർവഹിച്ചു കഴിഞ്ഞു, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് നിങ്ങൾ മാറിപ്പോകണം. നിങ്ങൾ കുറച്ച് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം. ഒരുപാട് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞു. ഗിവിങ് മതി. അങ്ങനെ കൊടുത്തത് മതി. അതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നും നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല, ആർക്കും ഉണ്ടായിട്ടില്ല. സിറ്റുവേഷൻ കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ആ സിറ്റുവേഷനിൽ നിന്ന് മാറിപ്പോവുകയാണ് വേണ്ടതെന്നാണ് പ്രപഞ്ചം നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ്. ചിലർക്ക് ഗെറ്റിംഗ് ടുഗദർ വിത്ത് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്കൊരു ഫാമിലി ഫംഗ്ഷനോ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഗെറ്റ് ടുഗദറോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് പേർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഫെയർ വുമൺ, ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് എ വുമൺ വിത്ത് ബ്ലോണ്ട്, ഗ്രേ ഓർ വൈറ്റ് ഹെയർ. ഇങ്ങനെ ഒരു സ്ത്രീയായിട്ട് ഒരു ബന്ധം, അത് ചിലപ്പോൾ പ്രണയബന്ധം തന്നെ ആയിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ ബിസിനസ് ഡീലിങ്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം അമ്മയോ സഹോദരിയോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം. ഇങ്ങനൊരു സ്ത്രീയായിട്ടൊരു ഡീലിങ്സ്, ഒരു റിമാർക്കബിൾ ഡീലിങ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് എന്താണെന്ന് റിവീൽ ചെയ്തിട്ടില്ല. എന്താണെന്ന് നോക്കാം. അടുത്തിപ്പോൾ ഒരു ഡബിൾ എനർജിയാണ് വന്നിട്ടുള്ളത്. ഒന്ന് സൂക്ഷിക്കണം നിങ്ങൾ. അങ്ങനെ ഒരു സ്ത്രീയെ നിങ്ങൾ കണ്ടുമുട്ടുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സ്ത്രീയായിട്ടുള്ള ഡീലിങ്സ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അതൊന്ന് വളരെ ഗൗരവമായിട്ട് കാണണം. വളരെ നെഗറ്റീവ് എനർജിയാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. മാജിക്കും ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ ഒരു ഇൻഡിക്കേഷൻ എനിക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇവരായിട്ട് നിങ്ങൾ ഇടപഴകുക, അങ്ങനെ ഒരു സ്ത്രീയായിട്ട് നിങ്ങൾ ഇടപഴകേണ്ടി വന്നു കഴിഞ്ഞാൽ അതൊന്ന് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അടുത്തത് ലൈറ്റ്നിങ്, കൺട്രോൾ യുവർ ആങ്കർ ഓർ യു വിൽ ബി സോറി. അതായത് നമുക്കിപ്പോൾ ജീവിതത്തിൽ പലരുമായിട്ട് ഇടപഴകേണ്ടി വരും. പല സന്ദർഭങ്ങളിൽ നമ്മൾ ചിലപ്പോൾ കൺട്രോൾ വിട്ടു പോവാം. അപ്പോൾ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് ഇന്നത്തെ ദിവസം ദേഷ്യം കുറച്ച് വളരെ സൂക്ഷിച്ച് പെരുമാറാൻ പറയുന്നുണ്ട്. ദേഷ്യം കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിത്തീരും. ഇത് പറഞ്ഞ പോലെ ശത്രുക്കൾ അപ്പോൾ നിങ്ങളോടൊന്നും പറയില്ല, പിന്നിൽ പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ പണി തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദേഷ്യം കുറയ്ക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് പിന്നെ ഒരു ജനറൽ റീഡിംഗ് ആണ്. ഒരുപാട് പേരുടെ കളക്റ്റീവ് എനർജി ഇതിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ
നിങ്ങൾക്ക് സ്വന്തം കാര്യം കൃത്യമായിട്ട് അറിയാൻ ഒരു കൃത്യമായ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ താങ്ക് യു.